കണ്ണൂരിൽ കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പുഷ്പോത്സവം 2024 ആരംഭിച്ചു. ഫെബ്രുവരി 8-നായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീറും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂരും പങ്കെടുത്തു. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് കണ്ണൂർ പുഷ്പോത്സവം ഇക്കുറി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 19 വരെ കണ്ണൂർ പുഷ്പോത്സവം ജനങ്ങൾക്കായി തുറന്നു നൽകും. ഇതിനോടകം തന്നെ നിരവധി ആളുകളുടെ ഒഴുക്കാണ് കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ സവിശേഷതയായി പറയുവാൻ കഴിയുക. പല കോണുകളിൽ നിന്നും നിരവധി ആളുകളാണ് കണ്ണൂർ പുഷ്പോത്സവം കാണുവാനായി എത്തുന്നത്. അപൂർവ ഇനത്തിൽപ്പെടുന്ന ചെടികളും പുഷ്പങ്ങളും കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ സവിശേഷതയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ തരത്തിലുള്ള പരിപാടികൾ, അതായത് ഗാനമേളകൾ, നൃത്ത നിശകൾ എന്നിവ കണ്ണൂർ പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ അരങ്ങേറും. ഫെബ്രുവരി 19 തിങ്കളാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി ചെടികൾക്കും പുഷ്പങ്ങൾക്കുമൊപ്പം നിരവധി തരത്തിലുള്ള മൺകലങ്ങളും ചട്ടികളും പുഷ്പോത്സവത്തിൽ നിരന്നിട്ടുണ്ട്. ഇതിനു പുറമെ തന്നെ നിരവധി സാധനങ്ങൾ ലഭിക്കുന്ന സ്റ്റാളുകളും ഫുഡ് കോർട്ടും പുഷ്പോത്സവത്തിൻ്റെ മറ്റ് സവിശേഷതയാണ്. ജനങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായുള്ള ഫോട്ടോ പോയിന്റും പുഷ്പോത്സവത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പല കായിക ഇനങ്ങൾ നടത്തുവാനുള്ള പ്ലേ ഏരിയയും അമ്യൂസ്മെന്റ്സും പുഷ്പോത്സവത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രശസ്തരായ ഗായകരും നൃത്ത കലാകാരന്മാരും വിവിധ തരത്തിലുള്ള കലാപരിപാടിയിൽ പങ്കെടുക്കുന്നുവെന്നതും മറ്റ് സവിശേഷതയാണ്. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ പുഷ്പോത്സവത്തെക്കുറിച്ച് കേട്ടും അറിഞ്ഞും എത്തിക്കൊണ്ടിരിക്കുന്നു. സായാഹ്ന സമയം ചിലവഴിക്കാനായി ഇനി കണ്ണൂർക്കാർക്ക് കണ്ണൂർ പുഷ്പോത്സവവും ഫെബ്രുവരി 19 മുതൽ മറ്റൊരു വേദിയൊരുക്കുന്നു.